ചരിത്രമുറങ്ങുന്ന മൂന്നാർ. ഏഷ്യയിലെ തന്നെ ഉയരം കൂടിയ ഭൂപ്രദേശമായ ഹിമാലയത്തിൽ നിന്നും തെക്കുകിഴക്കു മാറി പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉയരമേറിയ കൊടുമുടിയാണ് ആനമുടി. അതിൻ്റെ തെക്കുകിഴക്കായി ഉയർന്നു നിലകൊള്ളുന്ന പുൽമേടുകളാലും ഷോലക്കാടുകളാലും സമൃദ്ധമായ പശ്ചിമഘട്ട മലനിരകളിലെ നിത്യഹരിത വനങ്ങളാൽ ചുറ്റപ്പെട്ട പ്രകൃതി മനോഹരിയാക്കിയ ഒരു ഭൂപ്രദേശം. കാലാവസ്ഥ കൊണ്ടും ജലസമ്പത്തിനാലും വന്യജീവികളാലും ഫലപുഷ്ടമായ മണ്ണിന്റെ സമൃദ്ധിയാലും സമ്പന്നമായ ഒരിടം. ഒരു കാലഘട്ടത്തിൽ കാടിന്റെയും മലകളുടെയും ദേവസങ്കല്പമായ മുനിയാണ്ടിയുടെ കൊട്ടാരം ആനമുടിയിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് വിശ്വസിച്ചു പോന്നിരുന്ന ഒരു വിഭാഗം ജനത. ഏതോ ശാപത്താൽ ആനക്കൂട്ടങ്ങൾ പാറയായി മാറി എന്ന സങ്കല്പത്തിൽ വിശ്വസിച്ചിരുന്ന ഇവർ സൂര്യനെ ധ്യാനിച്ച് മലർന്നു മയങ്ങുന്ന പുൽമേടുകളും പുഴകളും അരുവികളും കാടിന്റെ നിഗൂഢതകൾ ഒളിപ്പിച്ച് കറുത്ത തടാകങ്ങളും ആരെയും ആകർഷിക്കുന്ന സസ്യസമ്പത്തും നിലനിന്നിരുന്ന ഒരു ഭൂപ്രദേശം. പിൽക്കാലത്ത് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന മൂന്നാറായി മാറിയ ആ കഥയാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ കഥയുടെ തുടക്കം മുതൽ അവസാനം വരെ ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തിയതും അല്ലാത്തതുമായ നിഗൂഢതകൾ ഒഴുകി നടന്ന വായ്മൊഴികളിൽ നിന്നും പുസ്തകത്താളുകളിൽ നിന്നും വേർതിരിച്ചെടുത്തതാണ്. ആ ഒരു കഥയാണ് യാത്രികൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഈ കഥ തുടങ്ങുന്നത് മദ്രാസ് പ്രസിഡൻസിയും തിരുവിതാംകൂർ രാജവംശവും തമ്മിലുള്ള ഒരു അതിർത്തി തർക്കത്തെ തുടർന്നാണ്. ആ കാലഘട്ടത്തിൽ തർക്കപരിഹാരത്തിനായി സർവേ നടത്താൻ തീരുമാനമായി. സ്വതന്ത്ര തിരുവിതാംകൂർ സർക്കാരിന്റെ ഒരു ഉദ്യോഗസ്ഥനും ഏലമല കാടുകളുടെ സൂപ്രണ്ടുമായ ജോൺ ഡാനിയൽ മൺറോ അതിന് നിയോഗിക്കപ്പെട്ടു. അദ്ദേഹം തന്റെ ദൗത്യത്തിനായി മല കയറി. കാട്ടുപാതയുടെ വഴികാട്ടിയായി ആ കാലഘട്ടത്തിൽ അവിടെ വസിച്ചു പോന്നിരുന്ന മുതുവാൻ വംശത്തിൽപ്പെട്ട കണ്ണൻ, ദേവൻ എന്ന 2 സഹോദരന്മാരുടെ സഹായം കൈക്കൊള്ളുന്നു. പുൽമേടുകൾ നിറഞ്ഞ ഷോലക്കാടുകളെ ആദ്യമായി കണ്ട ആ വെള്ളക്കാരന് അതിനോട് പ്രണയം തോന്നുന്നു. യൂറോപ്യൻ കാലാവസ്ഥയോട് ഏറെക്കുറെ സാമ്യമുള്ള ഈ പ്രദേശത്തെ സ്വന്തമാക്കണം എന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിൽ ഉദിക്കുന്നു. സർവേയെ തുടർന്ന് അവകാശം കൈവരിച്ച തിരുവിതാംകൂർ രാജവംശത്തിൽ നിന്ന് വേണം അതിന് അനുമതി നേടേണ്ടത്. ആ കാലഘട്ടത്തിൽ പൂഞ്ഞാർ രാജവംശത്തിന്റെ ജനന പ്രദേശമായ ഈ ഇടം തിരുവിതാംകൂർ സർക്കാരുമായി തർക്കത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പൂഞ്ഞാർ രാജ്യത്തെ രാജാവിന് അപേക്ഷ നൽകുകയായിരുന്നു. വഴികാട്ടികളോട് ആദരവ് തോന്നിയ ആ ബ്രിട്ടീഷുകാരൻ മലനിരകൾക്ക് ഒരു പേരിട്ടു: കണ്ണൻ ദേവൻ ഹിൽസ്. തീരുമാനിക്കപ്പെട്ട പണം നൽകി 1ാം പൂഞ്ഞാർ കൺസ്ട്രക്ഷൻ അദ്ദേഹം സ്വന്തമാക്കുകയായിരുന്നു. പിന്നീട് 1878 മൺറോയും മദ്രാശിയിൽ നിന്നെത്തിയ ഹെൻറി ഗ്രിബിൾ ടർണർ സഹോദരനും ചേർന്ന് സ്ഥലത്തെ വിശദമായി വിലയിരുത്തുന്നു. കൃഷിക്കും വാസയോഗ്യത്തിനും അനുയോജ്യമാണ് എന്ന നിഗമനത്തിലെത്തിയ ഇവർ ഭൂമി വിൽക്കുവാനുണ്ട് എന്ന പരസ്യം പ്രചരിപ്പിക്കുന്നു. തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ നിന്നും തൊഴിലാളികളെ കൊണ്ടുവന്ന് ദേവിമലയ്ക്ക് താഴെ സിങ്കോണ കൃഷി ആരംഭിക്കുന്നു. അതായത് കറുവപ്പട്ടയോട് സാമ്യമുള്ള ഒരു സുഗന്ധവ്യഞ്ജനം. പിന്നീട് 1859 2ാം പൂഞ്ഞാർ കൺസ്ട്രക്ഷൻ ലഭിക്കുന്നു. അത് അവർ രൂപീകരിച്ച ട്രാവൻകോർ ലാൻഡ് പ്ലാന്റിംഗ് ആൻഡ് അഗ്രികൾച്ചറൽ സൊസൈറ്റിക്ക് കൈമാറുന്നു. തുടർന്ന് സിങ്കോണയ്ക്കൊപ്പം സീസലും കൃഷി തുടർന്നു. 1880 ആദ്യമായി കുറച്ച് സ്ഥലത്ത് തേയില കൃഷിയും അതോടൊപ്പം തന്നെ കാപ്പിയും ഏലവും മറ്റു ചില യൂറോപ്യൻ പച്ചക്കറി പഴവർഗ്ഗങ്ങളും മല കയറി തുടങ്ങുന്നു. തൊഴിലാളിക്ഷാമം പരിഹരിക്കാൻ തമിഴ്നാട്ടിൽ നിന്നുള്ള അടിമത്ത വ്യവസ്ഥയിലുള്ള തൊഴിലാളികളുടെ മലകയറ്റവും ഇവിടം സാക്ഷ്യം വഹിച്ചു. ജീവിക്കാനും പണത്തിനുമായി പലായനം ചെയ്ത വിവിധ ഗോത്രവർഗത്തിൽപ്പെട്ട സമൂഹമായിരുന്നു അവർ.
കമ്പനിയുടെ സഹായത്തോടു കൂടി വിവിധ കോളനികൾ അവർ രൂപീകരിക്കുന്നു. കങ്കാണിമാരുടെ സഹായത്തോടെയാണ് പ്ലാന്റേഷനിലെ തൊഴിലാളിക്ഷാമം പരിഹരിക്കുന്നത്. പിന്നീട് മലകളിൽ ആഹാരക്ഷാമം ഉടലെടുക്കുന്നു. അത് പരിഹരിക്കുന്നതിനായി ടോപ്പ് സ്റ്റേഷനിൽ നിന്നും കൊരങ്ങണിയിലേക്ക് ചെങ്കുത്തായ കാട്ടുപാതയിലൂടെ ഒരു സംഘം സമതലങ്ങളിലേക്ക് ഇറങ്ങുന്നു. സുപ്പൻ ചെട്ടിയാർ എന്നയാളെ ചെന്ന് കാണുകയും സിങ്കോണ തൊലിക്ക് പകരം ഭക്ഷ്യവസ്തുക്കൾ എന്ന കരാർ ഉറപ്പിക്കുകയും ചെയ്യുന്നു. കാട്ടുപാതയിലൂടെ കുതിരപ്പുറത്തും കഴുതപ്പുറത്തും തലച്ചുമടായും മറ്റും ആ വഴിയിലൂടെയുള്ള ഗതാഗതം ആരംഭിക്കുന്നു. പിൽക്കാലത്ത് ആദ്യത്തെ റോപ്പ് വേ ഉണ്ടാകുന്നതും ഈ വഴിയിലൂടെയാണ്. 1888 കണ്ണൻദേവൻ പ്ലാന്റേഷൻസ് അസോസിയേഷൻ രൂപീകരിക്കുന്നു. തുടർന്ന് കോളനികളിൽ മഹാമാരികളെ ചെറുക്കുന്നതിനായി ആദ്യത്തെ അപ്പോത്തേക്കരി നിയമിതനാകുന്നു. തുടർന്ന് ദേവികുളത്തെ ആദ്യത്തെ പോസ്റ്റ് ഓഫീസും സമർപ്പിക്കുന്നു. പിന്നീട് 1894 26 ചെറിയ തോട്ടങ്ങളായി രജിസ്റ്റർ ചെയ്യുന്നു. കമ്പനി പിന്നീട് വൻ നഷ്ടത്തിലേക്ക് മൂക്കുകുത്തുകയായിരുന്നു. കമ്പനിയെ വിൽക്കാനുള്ള തീരുമാനത്തെ പരസ്യപ്പെടുത്തിയതിനെ തുടർന്ന് സിലോണിലും ആസാമിലും തേയില കൃഷി വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോയ ഫിൻലെ മ്യൂർ ആൻഡ് കമ്പനിയുടെ ഉടമസ്ഥൻ ഈ തോട്ടങ്ങൾ വന്ന് കാണുകയും പിന്നീട് തോട്ടം വാങ്ങുകയും ചെയ്യുന്നു. 1896 കൺസ്ട്രക്ഷൻ ഭൂമിയുടെ തോട്ടങ്ങൾ കണ്ണൻദേവൻ ഹിൽസ് എന്ന ഒരു കമ്പനിയുടെ കീഴിലാകുന്നു. പിന്നീട് യൂറോപ്പിൽ നിന്നുമുള്ള ജനവിഭാഗത്തിന്റെ മലയിലേക്കുള്ള ഇടിച്ചുകയറ്റത്തിന് സാക്ഷ്യം വഹിക്കുന്നു. ഓരോ എസ്റ്റേറ്റുകളിലും വ്യാപകമായ തേയില കൃഷി സാധ്യമാക്കുന്നതിനും എസ്റ്റേറ്റ് നോക്കുന്നതിനു വേണ്ട മാനേജർമാരെ നിയോഗിക്കുന്നതിനും വേണ്ടിയായിരുന്നു ഇത്. അക്കാലഘട്ടത്തിൽ യൂറോപ്യൻ നിലവാരത്തിൽ പണി കഴിപ്പിച്ച ബംഗ്ലാവുകളും സജ്ജീകരണങ്ങളും ഇവിടെയുണ്ടായിരുന്നു. വൈദ്യുത ഉൽപാദനത്തിനു വേണ്ടി 1900 ആദ്യത്തെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ ഹൗസ് പള്ളിവാസലിൽ സാധ്യമായി. ആ വർഷം തന്നെ ചരക്ക് നീക്കത്തിന് കൊരങ്ങിണി തൊട്ട് ടോപ്പ് സ്റ്റേഷൻ വരെയുള്ള റോപ്പ് വേയും സാധ്യമാക്കി. പിന്നീട് 1902 കുണ്ടല താഴ്വരയിലൂടെ സ്റ്റേഷനിലേക്കുള്ള മോണോ റെയിൽവേ സാധ്യമാക്കുകയായിരുന്നു. അതിന് ഇംഗ്ലണ്ടിൽ നിന്നും എത്തിച്ച സാമഗ്രികൾ ഉപയോഗിച്ചാണ് അതിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ആദ്യ കാലഘട്ടങ്ങളിൽ യൂറോപ്പിൽ നിന്നും ഇറക്കുമതി ചെയ്ത ഗുണനിലവാരം കൂടിയ കാളകളെ ഉപയോഗിച്ചാണ് മോണോ റെയിൽവേ പ്രവർത്തിപ്പിച്ചത്. അതേസമയം തന്നെ മോണോ റെയിൽ മാറി കുണ്ടല വാലി ലൈറ്റ് റെയിൽവേ ആവുകയും ചെയ്യുന്നു. അതിനുവേണ്ടിയുള്ള സാമഗ്രികളും എഞ്ചിനും ഇംഗ്ലണ്ടിൽ നിന്നും ആണ് എത്തിയത്. ആദ്യം വിറകുകൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അതിന്റെ പരാജയത്തെ തുടർന്ന് കൽക്കരി ഉപയോഗിക്കുകയായിരുന്നു. പിന്നീട് 1908 അത്യാവശ്യ സ്ഥലത്തെ ബന്ധിപ്പിക്കാൻ ടെലിഫോൺ സംവിധാനം നിലവിൽ വന്നു. ആദ്യത്തെ മോട്ടോർ സൈക്കിൾ മൂന്നാറിൽ എത്തുന്നു. തോട്ടത്തിലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് കുണ്ടല ഗോൾഫ് ക്ലബിലേക്കും തോട്ടത്തെ ചുറ്റിക്കാണുന്നതിനും ഇവർ ഇത് ഉപയോഗപ്രദമാക്കി. 1915 ആയപ്പോഴേക്കും കമ്പനിക്ക് 15ഓളം ഫാക്ടറികൾ ഉണ്ടായിക്കഴിഞ്ഞു. അക്കാലത്ത് നുള്ളിയെടുത്ത തേയില കൊളുന്ത് തോട്ടത്തിൽ നിന്നും ഫാക്ടറിയിലേക്ക് എത്തിച്ചിരുന്നത് കാളവണ്ടികൾ ഉപയോഗിച്ചാണ്. പിൽക്കാലത്ത് ട്രാക്ടറുകൾ വരവറിയിച്ചു. 1920 കോതമംഗലത്തേക്കുള്ള പൂയംകുത്തി റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നു. റോഡ് നിർമ്മാണത്തെ തുടർന്ന് ഒരു ലോറിയും 3 കാറുകളും ഇവിടേക്ക് കൊണ്ടുവരുന്നു. 1924 ഒരു മഹാപ്രളയം ഉടലെടുക്കുന്നു. 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്ന ഈ മഹാപ്രളയം മൂന്നാറിന്റെ വിവിധ ഭാഗങ്ങളെ തച്ചുടയ്ക്കുന്നു. പ്രളയത്തെ തുടർന്ന് കാനന പാതകൾ മണ്ണിനടിയിലാവുകയും റെയിൽവേ നഷ്ടത്തിന് വിധേയമാവുകയും ചെയ്യുന്നു. പ്രളയത്തിന് ശേഷമാണ് മൂന്നാർ ടൗൺഷിപ്പിന് തുടക്കം കുറിക്കുന്നത്. കച്ചവടക്കാർക്ക് സ്ഥലം പാട്ടത്തിന് കൊടുത്തുകൊണ്ട് കമ്പനിയും മുന്നിട്ടിറങ്ങുന്നു. ഇതോടെ മലയിലെ അവശ്യ വസ്തുക്കളുടെ ദൗർലഭ്യത്തിന് പരിഹാരമാകുന്നു. എസ്റ്റേറ്റുകളിൽ ബസാറുകൾ ആരംഭിക്കുന്നു. റെയിൽവേയുടെ തകർച്ചയെ തുടർന്ന് മൂന്നാറിൽ നിന്നും ടോപ്പ് സ്റ്റേഷൻ വരെ
റോപ്പ് വേ സാധ്യമാക്കുന്നു. 1928 ബസ് ഓടുന്ന ആദ്യത്തെ റോഡ് മൂന്നാർ ടോപ്പ് സ്റ്റേഷൻ റൂട്ടിൽ നിലവിൽ വരുന്നു. പിന്നീട് മൂന്നാർ നേര്യമംഗലം റോഡും തുറക്കപ്പെടുന്നു. 1940 രാജ്യത്തെ പ്രഥമ ആർച്ച് ഡാം സേതു പാർവതിപുരത്ത് നിർമ്മിക്കപ്പെട്ടു. ബ്രിട്ടീഷ് അധിനിവേശത്തെ തുടർന്നുണ്ടായ ലഹളകൾ പൊട്ടിപ്പുറപ്പെടുന്ന സമയം. ആ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള അലമുറകൾ എല്ലായിടത്തും ഉച്ചസ്ഥായിയിൽ എത്തുമ്പോൾ തോട്ടം മേഖല ഇതറിയാതെ അടിമത്ത വ്യവസ്ഥ തുടരുകയായിരുന്നു. പിന്നീട് 1947 ഇന്ത്യ സ്വതന്ത്രയായി. ബ്രിട്ടീഷ് കനേഡിയൻ എഞ്ചിനീയർമാരുടെ നേതൃത്വത്തിൽ മാട്ടുപ്പെട്ടി ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് തുടങ്ങുന്നു. 1953 പണിതീർക്കപ്പെട്ട ഈ ഡാം മൂലം താഴ്ന്ന പ്രദേശങ്ങളിലെ മാനേജർമാരുടെ ബംഗ്ലാവുകളും റീജിയണൽ ഓഫീസും ഫാക്ടറിയും തൊഴിലാളികളുടെ വാസസ്ഥലങ്ങളും അമ്പലങ്ങളും വെള്ളത്തിനടിയിലാകുന്നു. അക്കാലഘട്ടത്തിൽ സ്വതന്ത്ര ഇന്ത്യയ്ക്ക് പുതിയ പുതിയ നിയമങ്ങൾ കൈവരാൻ തുടങ്ങി. സ്വതന്ത്ര ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് സ്വാധീനം കുറഞ്ഞു വരുന്നു. ആ കാലഘട്ടത്തിൽ മൂന്നാറിലെ ട്രാൻസ്പോർട്ട് സിസ്റ്റം കൈകാര്യം ചെയ്തത് ടാറ്റ കമ്പനിയായിരുന്നു. അതേ തുടർന്നുണ്ടായ ബന്ധം ടാറ്റ ടീയുമൊത്ത് ഫിൻലെ മ്യൂർ ആൻഡ് കമ്പനി നല്ല തണ്ണിയിൽ ഇൻസ്റ്റന്റ് ടീ ഫാക്ടറി നിർമ്മിച്ചു. അമേരിക്ക ഒഴിച്ചാൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻസ്റ്റന്റ് ടീ ഫാക്ടറി ഇതാണ്. 1976 ടാറ്റ ഫിൻലെ കമ്പനിയുടെ ജനനം. 1978 ഇരവികുളം നാഷണൽ പാർക്കിന്റെ പ്രഖ്യാപനവും തുടർന്ന് 1980 ടാറ്റ ടീയുടെ ആവിർഭാവവും പിൽക്കാലത്ത് ബ്രിട്ടീഷുകാർ സ്വദേശത്തേക്ക് തിരികെ പോകുന്ന കാഴ്ചയ്ക്കും സാക്ഷ്യം വഹിച്ചു. അത് കഴിഞ്ഞുള്ള നീണ്ട 10 വർഷത്തിന് ശേഷം 1990 മാട്ടുപ്പെട്ടി ഫുൾ ഓഫ് ഓട്ടോമാറ്റിക് ടീ ഫാക്ടറി പണി ആരംഭിക്കുകയും ഓർഗാനിക് ചായ കൃഷിയും നിലവിൽ വന്നു. 2005 കണ്ണൻദേവൻ ഹിൽ പ്ലാന്റേഷൻ പദ്ധതി നിലവിൽ വരുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെയും ഏറ്റവും ബൃഹത്തുമായ ഈ കമ്പനി അവരുടെ 12,500ഓളം ജീവനക്കാർക്ക് ഓഹരി കൊടുക്കുകയും നമ്മൾ ഇന്നു കാണുന്ന തോട്ടം മേഖലയെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഈ കാലഘട്ടങ്ങൾക്കിടയിൽ വിവിധ സാമൂഹിക പ്രശ്നങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരിടത്തെ തിരിച്ചറിയുവാൻ വേണ്ടി നമുക്കൊരു യാത്ര നടത്താം. 3 ആറുകളുടെ സംഗമ കേന്ദ്രമായ മൂന്നാറിനെ അറിയാൻ യാത്രികൻ.